ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാമ്പുഴ പാലത്തിന്റെ അടുത്താണ്, കോഴിക്കോട് ബൈപ്പാസില്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ള പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം, ഇവിടെയുള്ള കാഴ്ചകൾ എന്താണ്. ഇന്ന് ചെറിയ രീതിയിലൊക്കെ വെയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ മാമ്പുഴ പാലത്തിന്റെ മുൻഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ കാണാം, നമുക്ക് ഇതിലെ സൈഡിലുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. ഡ്രൈനേജ് വർക്ക് ഡക്കാത്തിലോണിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. ഇതിനപ്പുറത്ത് ഒരു വെള്ളക്കെട്ടാണ് തോന്നുന്നത്, തോട് പോലെയാണ്. അപ്പുറത്തുള്ള വെള്ളം ഇതിലേക്ക് ഒഴുകി വരുന്നതായി കാണുന്നുണ്ട്. ഈ ഡ്രൈനേജിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ കുറച്ച് ചെയ്യാനുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ സെന്ററിൽ ക്രാഷ് ബാരിയർ വെക്കാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും ഡ്രൈനേജിന്റെ വർക്ക് ബാക്കി തുടങ്ങാനുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോ. അപ്പൊ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പൊ നമുക്കിനി മാമ്പുഴ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ അടുത്തേക്ക് പോകാം. ആ സൈഡിലും കുറച്ച് ഭാഗത്തൊക്കെ ഇനി ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരു ഇവിടെ കാണാൻ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഈ പോസ്റ്റുകളൊക്കെ മാറ്റുമ്പോൾ ഇനിയും ഇവിടെ കുഴിക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. അതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാല് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വർക്ക് പോയിരുന്നു. ഇത് ചെയ്തിട്ടില്ല. കാണാൻ നമുക്ക് ഇവിടെ പോസ്റ്റുകളൊക്കെ അവിടം വരെ പോസ്റ്റുകളുണ്ട്. അപ്പൊ അവിടെ ആ ഭാഗത്താണ് പുതുതായിട്ടുള്ള പാലത്തിന്റെ വർക്ക് നടക്കുന്നത്. കുറച്ചപ്പുറത്താണ് നമ്മളെ ടോൾ പ്ലാസ ഒക്കെ വരുന്നത്. ടോൾ പ്ലാസിന്റെ ഒക്കെ വർക്കുകൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പുതുതായിട്ട് നിർമ്മിച്ച മാമ്പുഴ പാലം. മാമ്പുഴ പാലത്തിന്റെ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. മാമ്പുഴ പാലത്തിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ പാലാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതാണ് പഴയ പാലം. പഴയ പാലത്തിലൂടെ തന്നെയാണ് ഇപ്പൊ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയാണ് പുതുതായിട്ട് നിർമ്മിക്കുന്ന പാലം. പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളില് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളാണ് തുടങ്ങാനുള്ളത്. അതിനു വേണ്ടിയുള്ള ഷീറ്റുകളൊക്കെ അവിടെ വന്ന് കാണാം. ഇനി ഇതിന്റെ മുകളിൽ ഷീറ്റ് വെച്ച് കമ്പിയൊക്കെ കൊണ്ടുവന്ന് കെട്ടാനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. ഇവിടെ ഒരു വണ്ടി വന്ന് കാണാം, കോൺക്രീറ്റ് മിക്സ്. ഇതെന്താണെന്ന് അറിയില്ല, എന്തിനാന്ന്. ഇവിടുന്ന് ഇങ്ങോട്ട് കയറി പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി പുതുതായിട്ട് റോഡിന്റെ നിർമ്മാണമൊക്കെ നടക്കാനുണ്ട്. ഈ ഭാഗത്ത് കാണാം, ആ ഒരു ഹോട്ടലിന്റെ ഒക്കെ ഭാഗത്തൂടെയാണ് ഇനി പുതുതായിട്ട് റോഡ് വരാനുള്ളത്. അതിന്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. താഴെ ഭാഗത്തൊന്ന് പോയി നോക്കാം. പാലത്തിന്റെ താഴെ ഭാഗത്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം വർക്കേഴ്സിന് താമസിക്കാനുള്ള കുറെ ടെന്റുകൾ, ഇങ്ങനെയുള്ള ചെറിയ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ അവിടെ ഒരു ലോറി കൊണ്ടുവന്ന് നിർത്തിയത് കണ്ടില്ലേ, അതിൽ നിന്നൊക്കെയുള്ള കോൺക്രീറ്റ്, ബാലൻസ് വരുന്ന കോൺക്രീറ്റ് ഇവിടെ കൊടുന്നിട്ട് ഇവർക്ക് താമസിക്കാനുള്ള ചെറിയ വീടുകൾ ഉണ്ടാക്കണ, താൽക്കാലിക വീടുകൾ. എന്നാലും ഇതിലൊക്കെ അവർ താമസിക്കാറാണ് ഭയങ്കര ഒരു പ്രയാസം തന്നെ ആയിരിക്കും. അവിടെ ഇവിടുന്ന് വന്ന ഒരു ലോറി ആയിരുന്നതായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പാലത്തിന്റെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ്. ഈ തോടൊക്കെ ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. തോട് പുഴാന്ന് എങ്ങനെ വേണം പറയാം, മാമ്പുഴ ആണ് പറയുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. തോട് പോലെയാണ് കണ്ടില്ലേ. ഇതിലിപ്പോ നല്ല രീതിയിൽ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ ഇതുപോലുള്ള കാട് പിടിച്ചിങ്ങനെ കിടക്കായിരുന്നു. ഇപ്പൊ മഴ പെയ്തതോടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫുള്ളായിട്ടുള്ള ഗർഡറിങ് വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളില് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ്. ആ ഭാഗത്തൊക്കെ റോഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നത്. അവിടെയൊക്കെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് കാണുന്നുണ്ട്. ഇതാണ് ഇവിടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ. ഹൈറ്റൊന്നും ഇല്ല കേട്ടോ, വലിയ ഹൈറ്റിലൊന്നും അല്ല ഇത് കടന്നു പോകുന്നത്. ഈ നമ്മൾക്കിങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മളെ തലയൊക്കെ തട്ടുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ ഇതിന്റെ ഗർഡർ വരുന്നത്. അപ്പൊ ചെറിയൊരു ഹൈറ്റിലാണ് ഇത് കടന്നു കൊണ്ട് പാലം.
പഴയ പാലത്തിന്റെ പില്ലറും ബീമൊക്കെയാണ് അവിടെ കാണുന്നത്. മെറ്റൽ ഇവിടെ തട്ടിയതിന്റെ ശേഷം വണ്ടി പോകുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ഇവിടെ തട്ടിയത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് തോന്നുന്നത്. ഇതിന്റെ മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വർക്കുകളൊക്കെ ആവശ്യമായിട്ട് ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. അതിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മള് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പാലത്തിന്റെ സൈഡിൽ ഒരു നടക്കാനുള്ള ഒരു നടപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ ഇങ്ങനെ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നത് കാണാം. ഇവിടെ ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. അതിന്റെ കമ്പികളൊക്കെ അവിടെ കാണാം. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ മണ്ണ് ഉയർത്തിയിട്ടതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാവും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ടോൾ പ്ലാസന്റെ അടുത്തൊക്കെ വരുമ്പോൾ ഭാഗത്ത് നമ്മൾ എല്ലായിടത്തും കണ്ട പോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാറാണ്. അതിന്റെ ഒരു വർക്ക് കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കാണാം. കോൺക്രീറ്റ് വർക്ക് കുറച്ച് ഭാഗത്ത് ചെയ്ത് കാണാം. ഇതിന്റെ കമ്പിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയ ഒരു കമ്പിയാണ്. അത്യാവശ്യം വണ്ണൊക്കെ ഉള്ള ഒരു വലിയൊരു കമ്പിയാണ്. ഇനി ഈ ഭാഗത്താണ് ചെയ്യാനുള്ളത്. ഇതിന്റെ സൈഡില് ഒരു റോഡിന്റെ വീതിയുള്ള ഭാഗത്തോളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ സെന്റർ ഭാഗത്തേന് ഒരു ഹൈമാസ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞ റോഡിന്റെ ഭാഗത്തൊക്കെ ഇനി മണ്ണ് കൂട്ടി ഇട്ടത് കാണാം. ഇവിടെ ഒരു ഭാഗത്ത് ഇനി പുതിയതായിട്ട് റോഡ് നിർമ്മിക്കാനുള്ള ഒരു വർക്കാണ് അവിടെ നടക്കാനുള്ളത്. ആ ഭാഗത്ത് അവിടെ എന്തോ ഒരു പൈലിങ്ങിന്റെ വർക്ക് തുടങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ചതുപ്പായ ഒരു സ്ഥലം കൂടെയാണ് ആ ഭാഗത്ത്. അപ്പൊ ഒരുപക്ഷെ അവിടെ ഇനി പാലം കെട്ടാനുള്ള ഒരു പില്ലറിന്റെ വർക്കുകളൊക്കെ തുടങ്ങാനുള്ള തുടക്കത്തിലാണ് തോന്നുന്നത്. ഇവിടെ വരെയാണ് കോൺക്രീറ്റ് ചെയ്തത് കാണാം. കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം ഇത്രയും ഭാഗത്ത് ആണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ടോളിന്റെ അങ്ങോട്ടാണ് പോയി നോക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരു ലൈനായിട്ടാണ് ഇതിന്റെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാനും ഇത് വളരെ നല്ലതായിരിക്കും. ഇവിടെ എത്തുമ്പോൾ ടോൾ പ്ലാസ നല്ല രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇനി ജനലിന്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. മുകളിൽ ഓടിന്റെ വർക്കൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൈപ്പ് ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ ഇതാണ് ഇവിടെയുള്ള ഉപയോഗിക്കുന്ന കമ്പി. ഇത്രയും വലിയ ഒരു വണ്ണുള്ള ഒരു പൈപ്പിന്റെ ഒക്കെ ഒരു വണ്ണുണ്ട് ഈ കമ്പി. ഒരു ഇങ്ങനെയുള്ളൊരു കമ്പിയാണ് ഇതിന് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സെൻസറിന്റെ വർക്കാണ് നടക്കാനുള്ളത്. സെൻസറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണത്. ഇവിടെ ഒരു ഫില്ലർ വർക്ക് അതിനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കൺട്രോൾ ചെയ്യുന്ന ഓരോ പൈപ്പുകളൊക്കെ ഉണ്ട്. ഇത് എയറിനോ ഒന്നില്ലെങ്കിൽ വെള്ളത്തിനോ അങ്ങനെയുള്ള എന്തോ സംഭവത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ കണ്ട പോലെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ JCBന്റെ ഒരു വേറൊരു വണ്ടി കാണാം. ഒരു ലിഫ്റ്റാണത് പൊക്കി എടുക്കുന്ന അങ്ങനെയുള്ള. ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞു. ഇത് താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അടിയില്ല ഇതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് ഇവര് നമ്മുടെ പാലത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയുള്ളൊരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലൂടെ വാഹനങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഭാഗത്തൊക്കെ ഇനി ഇവരുടെ സ്റ്റാഫിന്റെ ഓരോ ക്വാർട്ടേഴ്സുകള് മറ്റാവശ്യത്തിനുള്ള റൂമുകളൊക്കെയാണ് അവരുടെ വർക്കുകളൊക്കെയാണ്. അതും ഇതേ സ്റ്റൈലിൽ തന്നെയാണ് അവര് വർക്ക് ചെയ്യുന്നത്. അവിടെ കാണാം അതിന്റെ റൂഫിംഗ് ഒക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോ അവിടെ കണ്ട കമ്പി.
ഇത്രയും വണ്ണുള്ള ഒരു കമ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും ഉണ്ട്. നമ്മുടെ സാധാ കമ്പിയൊക്കെ കാണുമ്പോൾ അതിനൊരു ഇതുപോലുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതൊന്നുമില്ല. അതൊന്നുമില്ല, അതൊരു ഒന്നുമില്ലാത്തൊരു ടൈപ്പ് ഒരു രീതിയിലുള്ള ഒരു കമ്പിയാണ്. ഒരു പൈപ്പ് പോലത്തെ ഒരു കമ്പി. അത് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്നുള്ള കാഴ്ച ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോ വയറിംഗ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത് തോന്നുന്നത്. ഇത് ചുമര് ഒരു ഷീറ്റ് ഉപയോഗിച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം ഇതുപോലെ മുകളിൽ വെക്കാനുള്ള ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു പാത്തി കൊടുക്കൂലേ, ആ പാത്തിക്കുള്ള ഒരു ക്ലാമ്പാണ് ഇപ്പൊ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കയറാൻ 2 സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് 2 സൈഡില്. ഇവിടെ വേറൊരു വീട് പോലെ കാണാം. ഇതിന്റെ പുറംഭാഗത്തൊക്കെ ടൈലുകള്, കല്ലിന്റെ ഡിസൈനിലുള്ള ടൈല് കാണാം. ഇത് വാഹനങ്ങളുടെ ഒക്കെ വെയിറ്റ് ചെക്കിങ് ചെയ്യുന്ന ഒരു ഭാഗം കൂടാണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് ചുമരില് ഇങ്ങനെ കട്ട പതിക്കുന്നുണ്ട്. ഒരു കല്ലിന്റെ ഡിസൈനിലുള്ള അങ്ങനെയുള്ള ഒരു വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ഭാഗത്താണ് തോന്നുന്നത് ക്രാഷ് ബാരിയറൊക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ്. ഇനി ഈ ഭാഗത്തൂടെയാണ് ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ കടന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു വേറൊരു ടോൾ പ്ലാസന്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ 2 സൈഡിലേക്കുള്ള ടോൾ പ്ലാസ 2 രീതിയിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വേറൊരു പുതിയ ഹൈവേന്റെ വർക്ക് വരുന്നുണ്ട്. നമ്മുടെ മലയോര ഹൈവേന്റെ വർക്കോ അങ്ങനെ എന്തോന്ന് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തകൾ കേട്ടിരുന്ന. അതാണ് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ അതാണ് തോന്നുന്നത്. അതിൻ്റെ വർക്ക് ഇവിടെ വന്നാണ് ലാസ്റ്റ് ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗം. അപ്പം ഈ ഭാഗത്തും ഒരു ടോള് വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ആ ടോള് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വാർത്തകളൊക്കെ കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് അവിടെ. ഇവിടെ ഇതുപോലുള്ള ഒരു ഓഫീസ് വീട് കാണാം. അതാണ് ആ വർക്ക് അവിടെ നടക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ളതാണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാം. അവിടെ എന്താണ് എങ്ങനെയാണെന്ന്. ഇത് വെയിലായതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ടാവും. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ അടുത്തോടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ വിട്ട പോലെയാണ് കാണാം. നമുക്ക് ഇവിടെ നേരെ ആണെങ്കിൽ അങ്ങോട്ടുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇവിടെ ഇത്രയും ഭാഗത്താണ് അണ്ടർപാസ് ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഇലക്ട്രിക് പോയിന്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ഒരു സർവീസ് റോഡുണ്ട്. ചെറിയൊരു സർവീസ് റോഡ്, വളരെ വീതി കുറവാണ്. ചെറിയൊരു സർവീസ് റോഡാണ്. ഇവിടെയുള്ള തെങ്ങുകളൊക്കെ എന്താണെന്ന് അറിയില്ല, ഒക്കെ കേടായിട്ടുണ്ട്. വെള്ളം നിൽക്കുന്നൊരു ഭാഗം കൂടെയാണ് ഇവിടെ. എന്നാലും ഫുൾ തെങ്ങും കേടായിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്. അത് നമുക്ക് ആ ടോൾ പ്ലാസന്റെ അടുത്തൂടെ ഒന്ന് പോവാം. ഇവിടെ ഇതാ ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഇനി ബാക്കിയുണ്ട്. ഇതിന് മുകളിലേക്ക് കോൺക്രീറ്റ് കൊടുക്കുന്നത് ഈ റോഡിന്റെ മുകളിലൂടെയാണ്. കാണാം നമുക്ക് ഇതിന്റെ മുകളിലൂടെ അവിടുന്ന് ഒരു ഇതൊക്കെ കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തും അതേപോലെ തന്നെ തെങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ തെങ്ങുകളൊക്കെ ഫുള്ളായിട്ട് കേടായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഭാഗത്താണ് ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്ക്. ഇവിടെ സർവീസ് റോഡ് ഇല്ല തോന്നുന്നുണ്ടോ? ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല.
സർവീസ് റോഡ് ഉണ്ടെങ്കിൽ പിന്നെ ടോൾ വെക്കുന്നതിന് കാര്യമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി വണ്ടി ഞാൻ അവിടെയാണ് വെച്ചിട്ടുള്ളത്. അവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തെ ടോൾ പ്ലാസന്റെ അടുത്തേക്ക് പോകാനുണ്ട്. അവിടെ പോയി നോക്കാം. പെട്ടെന്ന് വെയിൽ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നല്ല ക്ലിയർ ആയിരിക്കും, പെട്ടെന്നാണ് മഴ മൂടൽ വരുന്നത്, അപ്പോൾ ക്ലിയർ പോവുകയും ചെയ്യും. ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗത്തൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു തെങ്ങ് ഈ ക്രഷ് ബാരിയർ ഉള്ള ഭാഗത്തേക്ക് മറിഞ്ഞു വീണതാണ് തോന്നുന്നത്, അതോ അവിടെ ഉള്ളതാ. ഏതായാലും അത് എടുത്തു മാറ്റുക കാരം. ഇവര് ഇതിന്റെ വർക്കിന്റെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ എടുത്തു വെക്കുന്നത് ഇങ്ങനത്തെ ഒരു ടാങ്കിലാണ്. ഇത് നമ്മള് മറ്റു ഭാഗത്തൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിരുന്നത് ഇങ്ങനെയുള്ള ടാങ്കുകൾ, വേങ്ങേരി ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ഇത്. ഈ തോട്ടത്തിൽ അധികം വെള്ളക്കെട്ടായിട്ട് നിന്നിട്ടാണ് തെങ്ങുകൾ ഫുള്ളായിട്ട് കേടന്ന് ചോദിച്ചത്. അപ്പൊ ഇതാണ് ഇവിടെ ഒക്കെ പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി റോഡ് നിർമ്മിക്കാനുള്ളത്. ഇവിടെ നിന്നുള്ള സൈഡിലൂടെ ഉള്ള ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ട് അവിടെയുള്ള നമ്മൾ നേരത്തെ കാണിച്ച ആ പാലത്തിന്റെ മുകളിലേക്കാണ് ഇനി റോഡ് വരാനുള്ളത്. അപ്പൊ ഈ ഭാഗത്തൊരു ചതുപ്പായ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം. ഇപ്പൊ കമ്പനികളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. ഈ ഭാഗത്തൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലൊന്നുള്ള വർക്കുകളൊന്നും നടക്കൂലെന്ന്. അപ്പൊ അവര് വീണ്ടും ഇവിടെ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ റോഡിന്റെ എന്തോ വർക്കിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തുടക്കം ഇട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരു ഡ്രില്ല് ചെയ്യുന്ന മെഷീനൊക്കെ അവിടെ വന്നിട്ടുണ്ട്, കാണാം. അപ്പൊ റോഡ് വർക്ക് കുറഞ്ഞ ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞ പൈലിംഗ് ചെയ്യാനുള്ള ഒരു തുടക്കമാണ്. ഇനി ഈ മെഷീനാണ് ഡ്രില്ല് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മെഷീനും കൂടാണ്, കാണാം. അപ്പൊ അതിന്റെ വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം. ആ ഭാഗത്തുള്ള ടോളിന്റെ ഭാഗത്തൂടെ ഉള്ള കാഴ്ചകളൊന്ന് കാണാം. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ടോൾ പ്ലാസന്റെ അടുത്തേക്ക് വരുന്ന ഒരു ഭാഗത്താണ്. ഇവിടെ കാണാൻ നമുക്ക് ഈ ലൈറ്റിന്റെ കാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡിമെയ്ഡ് സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് ഇവര് കൊടുക്കുന്നത്. ഇവിടെ കാണാൻ ഒരു നെറ്റ് ബോൾട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള രീതിയിലാണ്. മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ വേറെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജിന്റെ വർക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ ആ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡ് വളരെ വീതി കുറഞ്ഞൊരു സർവീസ് റോഡാണ്. അപ്പൊ ഇതാണ് ഇവിടെയുള്ള മറ്റൊരു ടോൾ പ്ലാസ. ഇതിന്റെ അടുത്തും ഒരു ഐമാസ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ മറ്റ് വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സെൻസറിന്റെ വർക്കുകൾ, അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ. ഇതാണ് സെൻസറിന് വേണ്ടിയുള്ള. കണ്ടില്ലേ, ഈ ഒരു പൈപ്പിന്റെ ഉള്ളിലൂടെ ഒക്കെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വെള്ളത്തിന്റെ ഒരു കൺട്രോളിലാണ് ഇത് കാര്യങ്ങളൊക്കെ വർക്കാവുന്നത് തോന്നുന്നത്. അതാണ് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന്റെ ഉള്ളിൽ തേപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട വെച്ചുള്ള ഇവിടെ കാണാം. ഈ കട്ട കൊണ്ടാണ് ഇവര് ഇതിന്റെ മുകളിൽ പടവൊക്കെ നടത്തിയിട്ടുള്ളത്. വെയിറ്റ് വളരെ കുറവായ ഒരു കട്ടയാണ്. കണ്ടില്ലേ, ഒരു കാലുകൊണ്ട് ഒരു ഇങ്ങനെ മറിക്കാനൊക്കെ പറ്റും. ഇത്രയും വലിയ കാണുമ്പോൾ നമുക്ക് വലിയൊരു കട്ടായി തോന്നും.
തീരെ വെയിറ്റ് ഇല്ല. ആ ഒരു കട്ട ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ മുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള വർക്കുകളൊക്കെ ഇതാണ്. ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളൂ ഈ ഭാഗത്ത്. അപ്പൊ ഇതാണ് ഇവിടെ വരെ വരുമ്പോൾ മാമ്പുഴ പാലത്തിന്റെ അടുത്തുള്ള പുതിയ വർക്കിന്റെ ഒരു കാഴ്ചകളൊക്കെ. ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ട്. ചെറിയൊരു സർവീസ് റോഡാണ്. ഇതിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കമ്പി പൊങ്ങി കിടക്കുന്നുണ്ട്. ആ മണ്ണുള്ള ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യുമോന്ന് അറിയില്ല കേട്ടോ. അവിടെ അങ്ങനെ ഒരു കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ മാമ്പുഴ പാലത്തിന്റെ അടുത്തുള്ള പുതിയൊരു മാറ്റങ്ങള്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.